ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ആക്റ്റീവ 125 ആണ് വണ്ടി. ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക്, എയർ ഫിൽറ്റർ, ക്ലച്ച് ഭാഗങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ഇപ്പോൾ ബാക്ക് ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനർ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് ക്യാം മാത്രം ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഗിയറിൻ്റെ ബാക്കിൽ വന്ന ഗിയർ ഓയിൽ ചെക്ക് ചെയ്യണമെങ്കിൽ അതിനകത്ത് ലെവല് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് മാറ്റിയേക്കാം. കാരണം സാധാരണ നമുക്കതൊരു 10,000 കിലോമീറ്ററൊക്കെ കൂടുമ്പോൾ നമുക്ക് എന്തായാലും അത് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ നല്ല ഫിൽറ്ററാണ് കിടക്കുന്നത്. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഫിൽറ്ററാണ് കേട്ടോ. അതൊന്ന് ക്ലീനാക്കി തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിനകത്തായാലും ചെക്ക് ചെയ്യുമ്പോൾ വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും നിലവിൽ കാണുന്നില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴായാലും ബെൽറ്റ് നല്ല ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ലൈനറൊന്നും ബെൽറ്റിന് വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. പിന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡിയാണത്. വേരിയേറ്റർ ബോഡി നോർമൽ, വലിയ പഴക്കമൊന്നുമില്ല, പുതിയത് ഇടയ്ക്കെപ്പോഴോ മാറ്റിയേക്കണതാണ് കേട്ടോ. പിന്നെ അതേപോലെ CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ടാണ് ക്ലച്ച് ഷൂ കാര്യങ്ങൾ വന്നത്. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. അതെന്ന് വെച്ചാൽ അത്യാവശ്യം ഗ്രീസ് ചെയ്തേക്കണത്. അപ്പോൾ അതൊന്ന് കുറച്ച് ഗ്രീസ് കൂടുതൽ വന്നിട്ടുള്ളൊരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇട്ടേക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാർബറേറ്റർ ഒന്ന് അഴിച്ചിട്ടുണ്ട്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, വണ്ടി ഓടുന്നതിൻ്റെ ഇടയ്ക്ക് വണ്ടി പെട്ടെന്ന് സ്ലോ ആയപ്പോൾ വലിയ കുറയുന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ടാണ് അഴിച്ചത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കാർബറേറ്റർ അഴിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഈ സ്ലോ ജെറ്റ് ചെറുതൊരു ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. ചെറുതല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു കാരണമാണ്. പിന്നെ അതിനേക്കാളും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റീസൺ കൂടി ഉണ്ട്. പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്തു. എഞ്ചിൻ ഓയിൽ നോക്കുമ്പോൾ ഓയിലില്ല വണ്ടിക്കത്. അപ്പോൾ അതൊന്ന് ഊറ്റി നോക്കിയതാണ്. ആ കൂടിയുള്ള ഓയിലാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ 90% ആ ഓട്ടത്തിൽ വലിയ പെട്ടെന്ന് ഡൗൺ ആയി പോകുന്നതിൻ്റെ ഒരു റീസൺ മിക്കവാറും പിസ്റ്റണുമായി ബന്ധപ്പെട്ടായിരിക്കാം. ഓയിൽ ലെവൽ കുറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സിലിണ്ടർ പിസ്റ്റൺ ഡാമേജിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഓയിലൊക്കെ ഫില്ല് ചെയ്ത് ഓടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഹീറ്റായിട്ട് ഓടുന്ന സമയത്ത് വണ്ടി പുക കാണിക്കാൻ സാധ്യതയുണ്ട്. വൈറ്റ് കളറിൽ പുക വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാം നമുക്ക് സിലിണ്ടർ പിസ്റ്റണാണ് ഡാമേജ് എന്നുള്ള കേസ് കേട്ടോ. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നത് കാർബറേറ്ററുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലമാണ്. ആ സ്ലോ ജെറ്റൊക്കെ മാറ്റിക്കുമ്പോൾ അത് ആ കംപ്ലയിൻറ്റ് മാറിയേക്കാം. പക്ഷേ സിലിണ്ടർ പിസ്റ്റൻ്റെ ആണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വരും, പുക വരും, 100% ഉറപ്പ്. പിസ്റ്റൺ സിലിണ്ടർ ഡാമേജ് ഉണ്ടെങ്കിൽ കേട്ടോ. കാരണം എത്ര ഓയിൽ ലെവൽ കുറവുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര സ്റ്റേണായിട്ട് പറയണേൻ്റെ കേസ്. ഓയിൽ വളരെ കുറവാണ്. പിന്നെ അതേപോലെ നമുക്ക് മറ്റേ പ്ലഗിൻ്റെ കേസായാലും ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. വലിയ പഴക്കമില്ല പ്ലഗ്. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്ക് ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2023 മോഡലാണ്. ആംബ്രോണിൻ്റെ ബാറ്ററിയാണ്, 12 വോൾട്ട് ബാറ്ററി. അപ്പോൾ അതുകൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. വാറണ്ടി പീരീഡിലുള്ളതാണ് ബാറ്ററി. അതുകൂടി ജസ്റ്റ് ഒന്ന് നോക്കുന്നുള്ളൂ കേട്ടോ. 12.86 വരെ വന്നിട്ടുണ്ട്. വോൾട്ട് മാക്സിമം കിട്ടുന്നുണ്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റാണ്, വേറെ പ്രോബ്ലമില്ല. ബാറ്ററിയാണ്, പുതിയ ബാറ്ററിയാണ്. പക്ഷേ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ടെസ്റ്റ് കൂടി ചെയ്യേണ്ടതായതുകൊണ്ട് ചെയ്തു എന്നുള്ളൂ. പിന്നെ അതേപോലെ നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ ലോഡായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ ഈ ഒരു ബ്രേക്ക് കേബിൾ ലോഡായിട്ട് നിൽക്കണേ. അത് പറയാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ ലെങ്ത്ത് ഉണ്ട്, ഇത്ര ലെങ്ത്ത് തന്നെ ഉണ്ട് ഇതിന്. ഈ ഔട്ടർ വലിയുമ്പോഴാണ് ഇതിങ്ങോട്ട് കയറി തന്നെ കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അത് പറ്റില്ലെങ്കിൽ മാത്രം വലിയ പഴക്കം തോന്നണമില്ല കാണുമ്പോഴേ. കമ്പനിയിലെ ഇതൊന്നുമല്ല, കേബിൾ കിടക്കുന്നത് ഒറിജിനലൊന്നുമല്ല. പക്ഷെ എന്നാൽ പോലും ഇത് ഈ വലിച്ചിൽ കാണിക്കുന്നുണ്ട്, ഔട്ടർ വലിഞ്ഞുണ്ട്. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാം. അതുപടി ആയില്ലെങ്കിൽ മാത്രം മാറ്റിക്കാം. കാരണം ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ടും മഴയാണല്ലോ ഇനി വരാൻ പോണേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സജഷൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഞാൻ സർവീസും കാർബറേറ്റർ ക്ലീനിങ്ങാണ് മെയിനായിട്ട്. എഞ്ചിൻ ഓയിലിൻ്റെ കേസൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷേ എഞ്ചിൻ ഓയിൽ നോക്കുമ്പോഴുള്ള അവസ്ഥ ഇതാണ്. വണ്ടി ഓട്ടത്തിൽ വലിയ കുറവ് കാണിക്കുന്നതിൻ്റെ റീസൺ ഈ പറഞ്ഞ രീതിയുടെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കേസാണെന്നുണ്ടെങ്കിൽ അത് ക്ലിയറായി പോകും. ഇപ്പം നേരെ മറിച്ച് സിലിണ്ടർ പിസ്റ്റൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ പുകയും കാണിക്കും, വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ പറ്റിയിട്ട് പുകയുടെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ മീറ്റർ ഡിജിറ്റൽ മീറ്ററാണ്. അതിൻ്റെ ഡിസ്പ്ലേ തെളിയുന്നില്ല. ആ ഡിസ്പ്ലേയുടെ കംപ്ലയിൻ്റ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അക്കങ്ങളൊന്നും കാണാൻ പറ്റില്ല അതിനകത്ത്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യണതാണ് നല്ലത്. മൊത്തത്തിൽ അസംബ്ലി പടി മാറ്റേണ്ടി വരും കേട്ടോ. അതിപ്പോൾ തൽക്കാലം നമുക്ക് ഒഴിവാക്കാം. ബാക്കിയത്തെ വർക്കുകൾ ഇപ്പോൾ റെഡിയാക്കാം. അതനുസരിച്ചിട്ടുള്ളൊരു എസ്റ്റിമേറ്റും ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം കേട്ടോ.